ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഫിഷ് ബിരിയാണിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണിത്. അപ്പോൾ നമുക്ക് ഈ ഒരു ബിരിയാണി വളരെ സിമ്പിളായിട്ട് എങ്ങനെയും ചെയ്തെടുക്കണമെന്ന് നോക്കാം. പിന്നെ നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ചോറൊക്കെ കുഴഞ്ഞു പോകാതെ നല്ല വിട്ടിട്ടായിട്ട് നമുക്ക് കിട്ടും. അപ്പം ഞാൻ ഈ ഒരു ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ക.എല മീനാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞാൻ തന്നെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു 4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 3/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ച് കൊടുക്കാം. പിന്നെ അതിലോട്ട് ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ വെള്ളം ഒഴിക്കുമ്പോൾ അങ്ങനെ നമ്മൾ ഈ ഇതൊന്ന് ലൂസായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നമ്മൾ മീനുമലൊക്കെ ഒന്ന് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ മീൻ ഉടഞ്ഞു പോകാത്ത വിധത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ആ ടൈമിൽ നമുക്ക് നമ്മൾ ചോറിനായിട്ടുള്ള ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ളതൊക്കെ വറുത്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഒന്ന് വറുത്തെടുക്കാവുന്ന വിധത്തിലാണല്ലോ വെളിച്ചെണ്ണ വയ്ക്കേണ്ടത്. അപ്പോൾ കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് ഇതിലോട്ട് കുറച്ച് കശുവണ്ടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ചെറിയൊരു ബ്രൗൺ ഷെയ്ഡ് കളറാകുന്നവരെ വറുത്തെടുത്തിട്ട് നമുക്ക് കോരി മാറ്റാം. പിന്നെ ഇതിലോട്ട് കിസ്മിസാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അതും ഇതുപോലെ ഒന്ന് നന്നായിട്ട് പൊന്തി വന്നതിന് ശേഷം നമുക്കത് കോരി മാറ്റാം. പിന്നെ ഞാനൊരു മീഡിയം സൈസ് സവാള 2 എടുത്തിട്ടുണ്ട്. നീളത്തിൽ എരിഞ്ഞതാണ് എടുത്തേക്കണത്. അത് വെളിച്ചെണ്ണയിലോട്ട് ഇട്ടിട്ടൊന്ന് വറുത്ത് കോരിയെടുക്കാം. സവാള നന്നായിട്ടൊന്ന് നമ്മൾ വഴച്ചെടുക്കണം. എന്നിട്ട് ഈ ഒരു ബ്രൗൺ ഷെയ്ഡ് കളറായി വരുന്നത് വരെ നമുക്കത് ഒന്ന് വറുത്തെടുക്കാം. ഈ ഒരു ഷെയ്ഡായി വരുന്ന നമ്മൾ പെട്ടെന്ന് തന്നെ അത് കോരി മാറ്റുകയും വേണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതിനുശേഷം നമുക്ക് മീൻ വറുത്തെടുക്കണം. അപ്പം ഞാൻ ഈ ഒരു വെളിച്ചെണ്ണയിൽ തന്നെയായിട്ടാണ് മീനും വറുത്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ മസാലയൊക്കെ ആക്കി വെച്ചേക്കുന്ന മീൻ ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുക. അപ്പോൾ മീൻ വറുത്തെടുക്കുമ്പോൾ ഒരു 80% വേവ് ആവുന്നത് വരെ ഒന്ന് വറുത്തെടുത്താൽ മതി. അതായത് വല്ലാണ്ട് മൊരിഞ്ഞു പോകാത്ത വിധത്തിൽ വേണം നമ്മൾ മീൻ വറുത്തെടുക്കാനായിട്ട്. പിന്നെ നമ്മൾ ദമ്മൊക്കെ ഇടുമ്പോൾ ഒന്നും കൂടെ വേവും. മസാലയിൽ ഇട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള വേവും ആയിക്കോളും. അപ്പോൾ വല്ലാണ്ട് മൊരിഞ്ഞു പോകരുത്. അപ്പോൾ ഇതുപോലെ നമുക്ക് നമ്മളെ മീൻ ഫുള്ളായിട്ടൊന്ന് വറുത്തെടുക്കാം. അതിനുശേഷം നമുക്കിതിലോട്ട് മസാലയാണ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് കൊടുക്കുക. അത് ചൂടായി വരുമ്പോൾ അതിലോട്ട് ഞാൻ മീൻ വറുത്തെടുത്ത ആ വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ച് കൊടുത്തേക്കണത്. അപ്പോൾ നല്ലൊരു സ്മെല്ല് ഉണ്ടാവുള്ളൂ. ഈ വെളിച്ചെണ്ണ വേണം നമുക്ക് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാനായിട്ട്. ആ വെളിച്ചെണ്ണയിലോട്ട് നമുക്ക് കുറച്ച് മസാല കൂട്ടുകൾ ഇട്ട് കൊടുക്കുക. അതായത് പട്ട, ഏലക്ക, കുരുമുളക്, അതുപോലെയുള്ള മസാല കൂട്ടുകൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് വരച്ചെടുക്കാം. അതിനുശേഷം ഇതിലോട്ട് ഞാനൊരു 3 മീഡിയം സൈസ് സവാള അരിഞ്ഞതാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിൽ ഉപ്പിടുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ഇടാനായിട്ട്. നമ്മൾ പലവട്ടമായിട്ട് ഉപ്പിടുന്നത് കൊണ്ട് കൂടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ഉപ്പിട്ട് കൊടുക്കാനായിട്ട്. പിന്നെ അതിലോട്ട് ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ആണ് ഇപ്പോൾ ഇട്ട് കൊടുത്തേക്കണത്. അപ്പോൾ കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലോട്ട് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു 2 മീഡിയം സൈസ് തക്കാളി അരിഞ്ഞതും, ഒരു 3 പച്ചമുളകും,
കുറച്ച് കറിവേപ്പിലയും കൂടെയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ കരിഞ്ഞൊന്നും പോയരുത്, നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലോട്ട് ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടിയാണ് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു ടൈമിൽ ഫിഷ് മസാല പൊടി ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഗരം മസാലയുടെ പൊടി കുറച്ച് എടുത്തതിന് ശേഷം ഫിഷ് മസാലയുടെ പൊടി ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇടാതിരുന്നത്. എന്നിട്ട് ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഒരു പകുതി ചെറുനാരങ്ങയുടെ നീരാണ് ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തേക്കണത്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഇതിലോട്ട് തൈരാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ നല്ല പുളിയുള്ള തൈരാണെങ്കിൽ കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതിയാവും. എൻ്റെ ഇതിപ്പോൾ വലിയധികം പുളിയില്ല, അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 1/2 കപ്പ് തൈരോളം ഇപ്പോൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം ചെയ്തെടുക്കാനായിട്ട്. അതിന് ശേഷം നമുക്കിതിലോട്ട് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല സ്ലോവിൽ സാവധാനം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ മീനൊക്കെ ഉടഞ്ഞു പോകാത്ത വിധത്തിൽ മിക്സ് ചെയ്തെടുക്കുക. ഇനി ആ മസാല നമുക്കൊന്ന് മാറ്റി വെക്കാം. അടുത്തത് നമുക്ക് ചോറ് റെഡിയാക്കാം. അപ്പോൾ ഞാൻ ബാസ്മതി റൈസാണ് എടുത്തേക്കുന്നത്. അത് 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി എടുത്ത് വെച്ചേക്കുന്നതാണ്. അടുത്തത് ചോറ് റെഡിയാക്കാനായിട്ട് ഞാനൊരു പാത്രത്തിൽ 1/4 പാത്രം വെള്ളം എടുത്തിട്ടുണ്ട്. അതിന് ഇതിലോട്ട് മസാലകൾ ഇട്ട് കൊടുക്കാം. വലിയ ജീരകം, പട്ട, കുരുമുളക്, ഗ്രാമ്പു അതുപോലെയുള്ള മസാലകളൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൽ വെള്ളം കുറച്ച് കൂടുതലായിട്ട് വെച്ച് കൊടുക്കുക. നമ്മൾ ചോറ് ഊറ്റിയാണ് എടുക്കുന്നത്, അപ്പോൾ വെള്ളം കൂടുതൽ വെച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ അരി ഇടുന്നതിനനുസരിച്ചുള്ള പാത്രം എടുക്കുക. കൂടുതൽ അരി ഉണ്ടെങ്കിൽ വലിയ പാത്രം എടുക്കുക. അങ്ങനെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ ഉപ്പിട്ടതിന് ശേഷം കുറച്ച് കൂടി നിൽക്കണ വിധത്തിൽ ഉപ്പിട്ട് കൊടുക്കുക. എങ്കിലേ നമുക്ക് ചോറ് വേകുമ്പോൾ ചോറുമിലേക്ക് നന്നായിട്ട് ഉപ്പ് പിടിക്കുള്ളൂ. ഇനി ഇതൊരു തിളച്ച് വരുമ്പോൾ നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചേക്കുന്ന ആ അരി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഞാനൊരു 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെയാണ് ഒഴിച്ച് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചോറ് വല്ലാണ്ട് വെന്ത് പോകുമില്ല, ചോറിങ്ങനെ കുഴഞ്ഞു പോകില്ല. ഇതിലോട്ട് 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. അത് വെറുതെ അരിഞ്ഞിട്ടൊന്നുമില്ല, വെറുതെ ജസ്റ്റ് മുഴുവനോടെ തന്നെയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി ഈ ചോറ് ഒരു 80% വേവാകുമ്പോൾ നമുക്ക് ഊറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ചോറ് ഈ ഒരു പരുവാകുന്നതിൻ്റെയും വേണം വേവിച്ചെടുക്കാനായിട്ട്. ഞാനിപ്പോൾ ചോറ് ഊറ്റി മാറ്റുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചേക്കുന്ന ആ മസാലയിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റാം. കുറച്ചെന്ന് പറഞ്ഞാൽ അതിൻ്റെ പകുതി എടുത്ത് മാറ്റിയതിന് ശേഷം പകുതി ആ പാനിൽ തന്നെ ഒന്ന് ഫുള്ളാക്കി ഇട്ടിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചോറ് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ ദമ്മ് ഇടുകയാണ് ചെയ്യണത്. അപ്പോൾ ചോറ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചേക്കുന്ന ഡെക്കറേഷന് വേണ്ടി വറുത്തുണ്ടല്ലോ അതിട്ട് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് ഞാൻ കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് എടുത്തതാണ്. അത് ഇതിലോട്ട് കുറച്ചിങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചേക്കുന്ന കുറച്ച് മസാല ഉണ്ടല്ലോ അതും കൂടെ ഇട്ട് കൊടുക്കാം.
എന്നിട്ട് ഇതുപോലെ ഒന്ന് ഫുള്ളാക്കി ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ബാക്കിയുള്ള ചോറും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കളറ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കളറ് വേണമെന്നുള്ളവർക്കാണെങ്കിൽ മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുത്താൽ മതിയാവും. അപ്പോൾ നല്ല കളറായിട്ട് കിട്ടും. ഇനി ആ ഡെക്കറേഷൻ ഉള്ളതും കൂടെ മുകളിൽ ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് മല്ലിയില ഞാൻ ചെറിയ പീസാക്കി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാൻ മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ആവി കയറ്റിയെടുക്കാം. എന്നിട്ട് 10 മിനിറ്റ് നമുക്കിത് മൂടി വെച്ചതിന് ശേഷം പൊട്ടിക്കാതെ പൊട്ടിക്കാതെ തന്നെ മൂടി ആ ഒരു രീതിയിൽ തന്നെ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കത് എടുത്ത് കഴിക്കാവുന്നതാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.